യൂറോ USD, NSD USD, GBP AUD ഈ മൂന്ന് പേരുകളുടെ അടുത്ത ആഴ്ചയിലേക്കുള്ള മൂവ്മെൻറ്റ് ഏത് ഭാഗത്തോട്ട് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് യൂറോ USDൻ്റെ കേസാണ്. യൂറോ USD നമ്മൾ ആദ്യം തന്നെ വീക്കിലി ഒന്ന് നോക്കാം. വീക്കിലി നോക്കുമ്പോൾ എന്താണ്, നല്ല രീതിയിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ കാണുന്ന ഒരു ഏരിയ മേജർ ലിക്വിഡിറ്റി പോയിന്റ് ആയിരുന്നു. ആ പോയിന്റിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു ലിക്വിഡിറ്റി സ്വീപ്പ് മാർക്കറ്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ഡെയിലിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഡെയിലിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെയും ഒരു ലിക്വിഡിറ്റി സ്വീപ്പിനാണ്. വീക്കിലി ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിയ അതേ ഏരിയയിൽ ഇവിടെ വീണ്ടും ലിക്വിഡിറ്റി സ്വീപ്പിനാണ് ഡെയിലിയിൽ കാണുന്നത്. മാത്രമല്ല മാർക്കറ്റ് എന്താണ്, നല്ല രീതിയിൽ ബെയറിഷാണ്. ഓരോ ക്യാൻഡിൽ ഫോം ആകുമ്പോഴും നല്ല രീതിയിൽ എന്താണ്, ബോഡി ബ്രേക്ക് ചെയ്തിട്ടാണ് താഴോട്ട് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇനി ഒരു ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഈ കാണുന്ന ഡിമാൻഡ് സോൺ വരെ, ഈ കാണുന്ന ഡിമാൻഡ് സോണിൻ്റെ ലോ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റ് മിക്കവാറും ഈ ലോ വരെ മാർക്കറ്റ് എടുക്കും. അതിനുശേഷം അവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് വല്ലതും നടക്കുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് എന്ത് ചെയ്യുള്ളൂ, ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ ഇനി എൻട്രി കിട്ടാൻ ചാൻസ് ഉള്ള ഏരിയ 4 അവർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ചെറിയൊരു സപ്ലൈ സോൺ ഉണ്ട്, ഒരു വെള്ള ക്യാൻഡിലുണ്ട്, സപ്ലൈ സോൺ ഉണ്ട്. ഇവിടെ നമുക്കൊരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാം. മേ ബി മാർക്കറ്റ് അങ്ങോട്ട് വരാതെ, മാർക്കറ്റ് ഓൾറെഡി എൻ്റെ കേസിൽ ഒരു തേർഡ് ഓർഡർ ഫ്ലോ ഫോം ആയിട്ടുണ്ട്. എങ്ങനെ തേർഡ് ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ക്യാൻഡിൽ ഒരു ഫസ്റ്റ് ഓർഡർ ഫ്ലോ ആണ്. ദെൻ ഇവിടെ സെക്കൻഡ് ഓർഡർ ഫ്ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു തേർഡ് ഓർഡർ ഫ്ലോ എന്ന് ഓൾറെഡി മിറ്റിഗേറ്റഡ് ആയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് എന്ത് ചെയ്യുള്ളൂ, മുകളിലോട്ട് പോയിട്ട് താഴോട്ട് നമുക്ക് എൻട്രി തരുള്ളൂ. പ്രോബബിലി ചാൻസ് മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ കാണുന്ന ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് താഴോട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഈ വരുന്ന വഴിക്ക് നമുക്ക് ഇനി എൻട്രി ലോവർ ടൈം ഫ്രെയിമിൽ വരെ എൻട്രി ക്രിയേറ്റ് ചെയ്യുന്നത്, എൻട്രി പോയിന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എൻട്രി നോക്കാം. ഇപ്പോൾ ഇവിടെ സപ്ലൈ ക്യാനിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മളൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയത് മാറുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സപ്ലൈ ക്യാനിൽ എൻട്രി എടുക്കാം. അപ്പോൾ ഈ സപ്ലൈ ക്യാനിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മിനിമം ടാർഗറ്റ് വന്നത് ഈ കാണുന്ന ലിക്വിഡിറ്റി പോയിന്റ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഇതാണ് യൂറോ USD ഒരു വ്യൂ. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പാണോ ബോഡി ബ്രേക്ക് ആണോ അനുസരിച്ച് മാത്രമേ നമുക്ക് എന്താ ഫ്യൂച്ചറിൽ എൻട്രീസ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് നമുക്ക് NSD USD നോക്കാം. NSD USD നമ്മൾ എന്ത് ചെയ്യുന്നു, വീക്കിലി ചാർട്ടാണ് ആദ്യം നോക്കുന്നത്. വീക്കിലി ചാർട്ട് തന്നെ നല്ല രീതിയിൽ റിജക്ഷനാണ്. അതെങ്ങനെയാണ്, വീക്കിലിൽ ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു സപ്ലൈ സോണിൽ നിന്നാണ് മാർക്കറ്റ് എന്തായിരിക്കുന്നത്, ലാസ്റ്റ് റിയാക്ട് ആയിരിക്കുന്നത്. സോ നല്ല രീതിയിലൊരു റിജക്ഷനുമാണ്. കൂട്ടത്തിൽ സപ്ലൈ ക്യാനിൽ നിന്നാണ്, വീക്കിലിയുടെ സപ്ലൈ ക്യാനിൽ നിന്നാണ് മാർക്കറ്റ് റിയാക്ട് ആയിരിക്കുന്നത്. നമ്മൾ ഡെയിലിലോട്ട് നോക്കുമ്പോൾ ഡെയിലിയിലും ഇതേമാതിരി ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. മാർക്കറ്റ് നല്ല രീതിയിൽ ബോഡി ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണ്. നമുക്ക് മിനിമം ഒരു ടാർഗറ്റ് പറയുന്നത്, ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്തായാലും ഷുവർ ഷോട്ടായിട്ട് ഈ കാണുന്ന ഡിമാൻഡ് സോൺ എന്തായാലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ഏരിയ വരെയൊക്കെ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ എൻട്രി നോക്കാം. ലോവർ ടൈം ഫ്രെയിം പോയിട്ട് നമുക്ക് അവിടെ നമ്മുടെ കൺഫർമേഷൻ വെച്ച് എൻട്രി പോയിന്റ്സ് ഉണ്ടോ നോക്കാം. ഈ കാണുന്ന ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി നോക്കാവുന്നതാണ്. ഈ കാണുന്ന സപ്ലൈ ക്യാൻഡിൽ നമുക്കൊരു എൻട്രി നോക്കാം, കാരണം ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. പക്ഷേ ഇതിൽ എൻട്രി നോക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ കാണുന്ന ലോ ബ്രേക്ക് ചെയ്തിട്ട് വേണം ആ സപ്ലൈ ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്യാൻ. ഇൻ കേസ് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യാതെ മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ഒരു സപ്ലൈ ക്യാൻഡിൽ നമുക്കവിടെ എൻട്രി നോക്കാം. ഈ കാണുന്ന സപ്ലൈ ക്യാൻഡിൽ നിന്ന് നമുക്കൊരു എൻട്രി അവിടെ നിന്ന് പ്ലാൻ ചെയ്യാം. ഇൻ കേസ് മാർക്കറ്റ് എന്താണ്, ഇവിടെ ബ്രേക്ക് ചെയ്യാതെയാണ് മുകളിലോട്ട് വരുന്നെങ്കിൽ മുകളിലത്തെ സപ്ലൈ ക്യാൻഡിൽ ആ ഒരു ഏരിയ ഉണ്ട്, അതേമാതിരി അതിനുള്ളിൽ നിൽക്കുന്ന ഈ ഒരു ചെറിയ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ NSD USD കേസിൽ നമുക്ക് എന്താണ്, ബെയറിഷ് വ്യൂ തന്നെയാണ്. ഏകദേശം ഒരു 0.56 വരെ എന്താണ്, നമുക്കൊരു ബെയറിഷ് വ്യൂ തന്നെയാണ് NSD USDയിലുള്ളത്. നമ്മൾ ഇനി അടുത്ത നോക്കുന്നത് GBP AUD ആണ്. GBP AUD നമ്മൾ വീക്കിലി ചാർട്ട് ആദ്യം നോക്കുന്നത്. വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു ഡിമാൻഡ് സോൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡിമാൻഡ് സോണിനെ വീക്കിലിൽ എന്തായിരുന്നു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, പ്രീവിയസ് അതായത് കഴിഞ്ഞ ആഴ്ചൻ്റെ മുന്നത്തെ ആഴ്ച ക്യാൻഡിലിന് ഇവിടെ നല്ല രീതിയിൽ ബോഡി ബ്രേക്ക് മാർക്കറ്റ് തന്നിട്ടുണ്ട്. നല്ല രീതിയിലൊരു ബോഡി ബ്രേക്കാണ് മാർക്കറ്റ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്താ ചെയ്യുക, ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് ഡെയിലി ഒന്ന് പോയി നോക്കാം. ഡെയിലി പോയി നോക്കുമ്പോൾ മാർക്കറ്റ് ലാസ്റ്റ് റിയാക്ട് ആയിരിക്കുന്നത് ഈ കാണുന്ന ഒരു ഡിമാൻഡ് ക്യാൻഡിൽ നിന്നാണ്. ഡെയിലിയുടെ ഡിമാൻഡ് ക്യാൻഡിൽ റിയാക്ട് ആയിരിക്കുന്നത്. മാർക്കറ്റ് സ്റ്റിൽ അതിൻ്റെ TP ഇതുവരെ എന്താക്കിയിട്ടില്ല, റൺ ചെയ്തിട്ടില്ല. സോ മാർക്കറ്റ് എന്തായാലും ആ ഒരു ഏരിയ വരെ മാർക്കറ്റ് പോകണം. ഈ വരച്ചിരിക്കുന്ന ഏരിയ വരെ മിനിമം മാർക്കറ്റ് പോകണം. അത് ഈ ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ആയിട്ടുണ്ട്. ഈ ഡിമാൻഡ് സോൺ ഒരു സെക്കൻഡ് ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ തേർഡ് ഓർഡർ ഫ്ലോ ആണ്. നമുക്ക് 4 അവറിലും ജസ്റ്റ് നോക്കുമ്പോൾ 4 അവറിൽ നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊരു എൻട്രി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഈ കാണുന്ന ഡിമാൻഡ് സോണാണ്. ഇതൊരു നമുക്കൊരു തേർഡ് ഓർഡർ ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ കാണുന്ന ഡിമാൻഡ് സോൺ നമുക്കൊരു എൻട്രി കിട്ടും. എങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് എന്തായാലും നാളെ ഓപ്പൺ ആകുമ്പോൾ ഇവിടുന്ന് എൻട്രി കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം നമുക്ക് ഏഷ്യൻ റേഞ്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇൻ കേസ് മാർക്കറ്റ് ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ നിന്ന് എൻട്രി കയറരുത്. നമ്മൾ അടുത്തൊരു ഡിമാൻഡ് ക്യാൻഡിൽ ഫോം ആവുന്ന വരെ, ദെൻ അതിനുശേഷം നമുക്ക് എന്താണ്, പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് TP എന്ന് പറഞ്ഞാൽ നമുക്ക് നിയറസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ്, നമുക്കൊന്ന് ബാക്കിലോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിയറസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ്സ് ഉണ്ടായിരിക്കും. ആ ലിക്വിഡിറ്റി പോയിന്റ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറഞ്ഞത് ഈ കാണുന്ന
ഈ ഏരിയ നമുക്ക് ഫസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് എടുക്കുക, അതായത് നമ്മുടെ ഫസ്റ്റ് TP ഇതായിട്ട് എടുക്കുക. ദെൻ അതിനുശേഷം എന്താണ്, നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിൽ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് വന്ന ഒരു മാർക്കറ്റായിരുന്നു. സോ ഈ ഹോൾ ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, TP ആയിട്ട് ടാർഗറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 4 അവറിൻ്റെ ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യണം, റിയാക്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ബോഡി ബ്രേക്ക് ചെയ്തിട്ട് അടുത്തൊരു ഡിമാൻഡ് ക്യാനിൽ കിട്ടണം. അതും ബോഡി ബ്രേക്കോടെ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രെച്ചറോടെ നമുക്കൊരു ഡിമാൻഡ് ക്യാനിൽ കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലോട്ട് ഒരു ബുള്ളിഷ് എൻട്രി ആയിട്ട് ഒരു ബൈസ് എൻട്രി എടുക്കാം. നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മുടെ ഒരു 3 വ്യൂസ് ആണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഞാൻ എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾ ഐഡിയയ്ക്ക് അനുസരിച്ച് വേണം എടുക്കാൻ. നിങ്ങളുടെ വ്യൂ നിങ്ങളുടെ സ്ട്രാറ്റജി ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം എടുക്കാൻ. പിന്നെ അതുമാതിരി മാർക്കറ്റാണ്, റിസ്ക് ഉണ്ടായിരിക്കും. എല്ലാവരും എൻട്രി എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യുക. അടുത്ത ന്യൂസും കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം എൻട്രിയിൽ കയറാൻ നോക്കുക. ഇപ്പോൾ പറഞ്ഞ ഏരിയകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ എന്താണ്, നമുക്കൊരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വന്നില്ലെങ്കിൽ റിയാക്ട് ആവുന്ന കുറച്ച് ഏരിയകളാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ തിങ്കളാഴ്ച എങ്ങനെയാണോ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് അതിനനുസരിച്ചൊക്കെ മാറാം. അപ്പോൾ എല്ലാവരും എൻട്രി എടുക്കുമ്പോൾ സേഫായിട്ട് എൻട്രി എടുക്കുക, റിസ്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. ഹാപ്പി ട്രേഡിംഗ്.